ഹായ് ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഈ കഴിഞ്ഞ സൺഡേ, ഞാനിപ്പോൾ ആലുവയിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇക്കാക്കും മക്കളും കൂടി ഫംഗ്ഷന് പോയത് നമ്മുടെ കാറിലാണ്. അപ്പോൾ നമ്മൾ ഒരു കുറ്റിപ്പുഴ, അതായത് മാഞ്ഞാലി റോഡ് കുറ്റിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കാറിൽ പെട്രോൾ തീരെ കുറവായിട്ട് കാണിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ആ പെട്രോൾ പമ്പ്. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. നമ്മളിവിടെയാണ് പെട്രോൾ അടിക്കാനായിട്ട് കയറിയത്. കാറിലപ്പോൾ തീരെ പെട്രോൾ ഇല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. വന്നപ്പോഴാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയത്. അപ്പോൾ നമ്മൾ അവിടെ കയറി 500 രൂപക്ക് പെട്രോൾ അടിച്ചിട്ടും ആ ലൈറ്റ് ഇങ്ങനെ ഇതായി തന്നെ നിൽക്കുന്നത്, അതിനൊരു ചേഞ്ചും ഇല്ല. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റും ആയിരുന്നു ഫംഗ്ഷന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കാക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ കാക്ക പറഞ്ഞു, സാധാരണ ഇങ്ങനെ ലൈറ്റ് കാണിക്കാത്തതാണ്, 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടും ഒരു ചേഞ്ചും ഇല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ ആ പമ്പിലേക്ക് റിട്ടേൺ കയറി. എന്നിട്ട് പെട്രോൾ അടിച്ച ആ ഒരു ചേച്ചിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, പെട്രോൾ ഞാൻ 500 രൂപയ്ക്ക് അടിച്ചു, എന്താ കയറാത്തതെന്ന് എനിക്കറിയില്ല എന്ന് അവർ പറഞ്ഞു. അവിടെ ഉള്ളൊരു ആളോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടും വണ്ടിയിലേക്ക് കയറിയിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം ഒരു ചേഞ്ചും ഇല്ല, ലൈറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി ഓഫ് ചെയ്തു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊന്നും ആ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആളോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉറപ്പാണ്, കാരണം ഞങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ പെട്രോൾ അടിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല ഇതുവരെ. അപ്പോൾ പറഞ്ഞു, നമ്മുടെ സിസ്റ്റത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം, ആളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആർക്കൊക്കെയോ ഫോൺ ചെയ്തു. എന്നിട്ട് ഓണറാണോ എന്താണെന്നറിയില്ല, ആരോ വന്നു കഴിഞ്ഞ് അവർ വീണ്ടും ഇതുപോലെ ചോദിച്ചു. ഞങ്ങൾ വീണ്ടും കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി കഴിഞ്ഞിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ജസ്റ്റ് 2 മിനിറ്റ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അപ്പോൾ തന്നെ റൗണ്ട് അടിച്ച് കയറി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ സിസ്റ്റത്തിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സിസ്റ്റത്തിൽ നോക്കി, നമ്മുടെ മുമ്പിൽ വെച്ചല്ലാട്ടോ നോക്കിയത്. സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നമ്മുടെ ഇതിൽ നിന്ന് കാണിക്കുന്നത് ഇത്ര രൂപയുടെ പെട്രോൾ പോയി എന്നുള്ളതാണ്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ പറഞ്ഞത്, നിങ്ങളുടെ കാറിൽ ഈ ഒരു ഇത്രയും രൂപയ്ക്ക് പെട്രോൾ അടിച്ചത് കയറിയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പെട്രോൾ ഇതിൽ കയറിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാണെന്നില്ല. അതൊക്കെ അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ കുറേ നേരം പറഞ്ഞു നോക്കി, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇല്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പോയ സ്ഥലത്ത് ചേഞ്ച് കയ്യിലില്ലാത്തത് കൊണ്ട് ഗൂഗിൾ പേ ചെയ്യേണ്ട, 500 രൂപയ്ക്ക് തന്നെ അടിക്കാമെന്നുള്ള രീതിയിൽ 500 രൂപയ്ക്ക് അടിച്ചു. എങ്ങാനും 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ 1000 രൂപ പോയാൽ. ഇപ്പോൾ ഇൻ കേസ് 100 രൂപയ്ക്കാണെങ്കിലും 200 രൂപയ്ക്കാണെങ്കിലും നമ്മളൊരു പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ മാക്സിമം അത് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നേരെ ഫംഗ്ഷന് പോയിട്ട് അവിടെ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ നമ്മളോട് പലരും പറഞ്ഞത്, ആ പമ്പിലാണോ പോയി അടിച്ചത് എങ്കിൽ പൈസ പോയി, കാരണം അവിടെ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് അതിന് ശേഷം ഞാൻ ഓൾറെഡി അവരുടെ പമ്പിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് അതിന് ശേഷം കുറേ പേര് പറഞ്ഞു, അവിടെ നിന്ന് പെട്രോൾ അടിച്ചെങ്കിൽ തീർന്നിട്ടാണ്, അവിടെ ഇത് ആദ്യമായിട്ടല്ല, നേരത്തെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെങ്ങാനും ഈ പമ്പിലൊന്ന് പെട്രോൾ അടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക.